തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു. സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായി വിരിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ പ്രേക്ഷകരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയും വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവവചനവുമായിട്ട് നമുക്ക് ഒരുമിച്ച് സന്ധിക്കുവാൻ ഒരു ദിവസം കൂടെ ഒരു അവസരം കൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ നമുക്ക് ബഹുമാന പുരസ്സരം പ്രയോജനപ്പെടുത്തുവാൻ ഉത്സാഹിക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മക്കൾ ഡാനി കുടുംബമാണ്. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ദൈവവേലയെ ആഴമായി സ്നേഹിച്ചുകൊണ്ട് തിരുനാമത്തിന് വേണ്ടി ചെലവിടുവാൻ ഒരുക്കപ്പെട്ട ഈ മക്കൾക്കായി സ്തോത്രം. അവരെ വ്യക്തിപരമായും കുടുംബമായും അനുഗ്രഹിക്കണം. അവർക്ക് ധാരാളമായി നന്മ നൽകുവാൻ അങ്ങേക്ക് പ്രസാദിക്കണം. ഇത് മുഖാന്തരം അവർക്ക് കുറവ് വരരുത്. അവരുടെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കും മറുപടി കൊടുക്കണം. കർത്താവിൽ പ്രത്യാശിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 4 ആഴ്ചയായി നമ്മൾ ചിന്തിച്ചും പഠിച്ചും വരുന്നത് അധിക മനുഷ്യർക്ക് സുഗ്രാഹ്യമാകാത്തതായ, വ്യക്തമായി വെളിപ്പെടാത്തതായ, ബോധ്യം വരാത്തതായ, ചിന്തിക്കാത്തതായ ചില കാര്യങ്ങളാണ്. അത് ദൈവവും മനുഷ്യനും ബൈബിളും എന്നതാണ്. ആദിയിൽ ദൈവം, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പായ മനുഷ്യൻ, അതേ മനുഷ്യന് വേണ്ടി പ്രമാണം. ഈ ഓർഡറിലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ബൈബിളിൻ്റെ ഉത്ഭവം എവിടെ നിന്നായിരുന്നു, അതിനുള്ള ദൈവത്തിൻ്റെ മനുഷ്യനുള്ള ഇടപെടൽ എന്താണ്, മനുഷ്യന് പ്രതികരണം എന്താണ്, എങ്ങോട്ടാണ് മനുഷ്യൻ അതുകൊണ്ട് നിമിത്തമായിട്ട് യാത്ര ചെയ്യുന്നത് എന്ന കാര്യമാണ്. ബൈബിൾ മനുഷ്യനും ദൈവമായിട്ടുള്ള ഉടമ്പടിയാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. ബൈബിൾ ഒരു ദൈവശാസ്ത്രമായി ബൈബിൾ തന്നെ വെളിപ്പെടുത്തുന്നു. അവിടെ നമുക്ക് അവിടേക്കാണ് പോകാൻ കഴിയുന്നത്. ബൈബിൾ ദൈവശാസ്ത്രമാണ്. യശയ്യാപ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും വീണ ഇല്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിക്കുന്നത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. യഹോവയുടെ പുസ്തകം, അവൻ്റെ വായുടെ കൽപ്പന, അവൻ്റെ ആത്മാവ് കൂട്ടിച്ചേർത്തത്. ഈ വസ്തുതകൾ അംഗീകരിച്ചവരും വിശ്വസിച്ചവരും അനുസരിച്ചവരും വിജയം പ്രാപിച്ചിട്ടേ ഉള്ളൂ. തോറ്റ ചരിത്രമില്ല. എത്രയോ നൂറ്റാണ്ടുകളായി ഈ വസ്തുത ലോകം കേൾക്കുന്നു, ലോകം കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് വളരെയധികം തെളിവുകളിലേക്ക് പോകാതെ പുറം തെളിവുകളിലേക്ക് പോവുകയാണ്. പുറം തെളിവുകളെന്ന് പറഞ്ഞാൽ ഇതിനുള്ള മഹാന്മാരുടെ പ്രതികരണം, ഭക്തന്മാരുടെ പ്രതികരണം, ഇന്നും ജീവിച്ചിരിക്കുമ്പോൾ ഇത് വിശ്വസിക്കുന്നവരായ സാധാരണക്കാരായവരുടെ പ്രതികരണം. ഇതാണ് പുറം തെളിവുകൾ. ഈ ബൈബിളിനെ നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുവാൻ
ഇതിൻ്റെ നേരായ മാർഗം ഓർമ്മപ്പെടുത്തുവാൻ ദൈവം എനിക്ക് തന്ന അവസരത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 22-ാമത്തെ വാക്യോടെ വായിച്ചാട്ടെ. ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ, മേഘം, അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവ്വസഭയോടും അത്യുച്ചത്തിൽ അരുളിച്ചെയ്തു. ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചിട്ടില്ല. അവർ 2 കൽപ്പനയിൽ എഴുതി എൻ്റെ പക്കൽ തന്നു. ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ വരുമ്പോഴും അങ്ങനെ തന്നെ. അത് പിന്നാലെ ഇപ്പോൾ നാം ബൈബിൾ ദൈവശാസ്ത്രമാണെന്നുള്ളതിന് ഇതിൻ്റെ പഴക്കവും ഇതിൻ്റെ എഴുത്തുകാരുടെ നമ്പറും ഒക്കെ ഒന്ന് നിങ്ങളെ ഓരോ വാക്കിൽ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് BC 1400 എഴുതി തുടങ്ങി. 400 പഴയ നിയമം പൂർത്തിയായി. 1000 വർഷം കൊണ്ട് വിവിധ സ്ഥലങ്ങളിലിരുന്ന് തമ്മിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ എഴുതപ്പെട്ട 30 പേർ എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിളിൻ്റെ തുടക്കത്തിലെ താളിൽ പറയുന്ന പഴയ നിയമം. ആ പുസ്തകത്തിൽ 39 പുസ്തകങ്ങളാണുള്ളത്. 39 പുസ്തകങ്ങളുടെ ശേഖരമാണ് പഴയ നിയമം എന്ന് പറയുന്നത്. ഇത് ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമല്ല. ക്രിസ്ത്യാനി എന്നൊരു ഗ്രൂപ്പോ സമൂഹമോ അന്നില്ലവേ ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹോവയുടെ പുസ്തകം എന്ന് കേട്ടല്ലോ നമ്മൾ. യഹോവയുടെ പുസ്തകമെന്ന് ഈ പുസ്തകം തന്നെ അവകാശം പറയുമ്പോൾ നാം അതിനെ കൈക്കൊള്ളണോ തിരസ്കരിക്കണമോ? അങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അത് എഴുതി കണ്ട് വായിക്കുമ്പോൾ 700 വർഷം മുമ്പാണ് യേശു എനിക്കെന്നതിൽ 700 വർഷം മുമ്പാണ് ആ പുസ്തകം എഴുതിയത്. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ധാരാളം ഉദ്ധരണികൾ യേശു എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ താല്പര്യം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം കർത്താവ് അംഗീകരിച്ചു. യേശുവിനെക്കുറിച്ച് അനേക പ്രവചനങ്ങളിൽ യെശയ്യാ പറഞ്ഞിട്ടുണ്ട്. അതതിൽ നിവൃത്തിയായി. അതുകൊണ്ട് ഞാൻ ആ എഴുത്തിൻ്റെ കാലമൊന്ന് പറഞ്ഞല്ലോ. 2000 വർഷം കൊണ്ട് 30 ആളുകൾ, പരസ്പരം കണ്ടിട്ടില്ലാത്തവർ, വിവിധ ഇടങ്ങളിൽ നിന്ന് ഇരുന്ന് എഴുതി. അതിനെക്കുറിച്ച് യെശയ്യാവിനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു വെച്ചു, പ്രവചിപ്പിച്ചു വെച്ചു. എൻ്റെ ആത്മാവ് ഇതിനെ കൂട്ടിവരുത്തിയതാണ്. എൻ്റെ വായ് കൽപ്പിച്ചതാണ്. പത്രോസിൻ്റെ മറുപടി കൂടെ നമുക്ക് നോക്കിയിട്ട് വേഗം കൊണ്ട് വരാം. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം. ഞാൻ നിങ്ങളുടെ അറിവിൻ്റെ ചക്രവാളം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, സംശയത്തിന് നിവാരണത്തിന് വേണ്ടിയും ഇത് അംഗീകരിച്ചാൽ കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചും നിങ്ങളുടെ നല്ല മനസ്സിനെ തൊട്ടുണർത്തുവാൻ വിചാരിക്കുകയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. അടുത്തത് എന്നും നാം ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ആദ്യം അറിയേണ്ടത് സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം അറിയണം. അതറിയുന്നില്ലെങ്കിൽ ഈ പുസ്തകത്തിലുള്ള മനോഭാവം മാറത്തില്ല. ദൈവത്തിൻ്റെ പുസ്തകമാണിത്, ദൈവിക ശാസ്ത്രമാണിത്, ദൈവവ്യവസ്ഥയാണ് ഇതിനകത്തുള്ളത്, ദൈവത്തിൻ്റെ ഉടമ്പടിയാണിത്.
അതിനെ അറിഞ്ഞുകൊള്ളണം. ബാക്കി പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ആ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. മനുഷ്യ ഇഷ്ടത്താൽ വന്നതല്ല, മനുഷ്യ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് ദൈവകൽപ്പനയാൽ. അപ്പോൾ ദൈവകൽപ്പനയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമാണ്, അത് ദൈവത്താൽ ഉണ്ടായതാണ് എന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന പ്രഥമ പ്രധാനി എന്ന് വിളിക്കപ്പെടുന്ന പത്രോസ്ലിയെ കുറിച്ച് വെച്ചെങ്കിൽ, ആ കുറിപ്പ് കഴിഞ്ഞതിന് ശേഷം താൻ അധികകാലം ജീവിച്ചിരിക്കാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 1-2 ലേഖനം എഴുതിയ അപ്പോസ്തലൻ 2-ാം ലേഖനത്തിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ലോകം വിട്ടുപോകാൻ സമയമായി എന്ന് എൻ്റെ മനസ്സിനോട് പറയുന്നു. എങ്കിലും ഞാൻ വിട്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തേണ്ടതിന് വേണ്ടി ഇതിൻ്റെ വിശ്വാസ്യത, ഇതിൻ്റെ സ്ഥിരത, ഇതിൻ്റെ ഉറപ്പ് നിലയിൽ നിങ്ങൾക്ക് എഴുതുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ പുസ്തകത്തെ ലാഘവത്തോടെ കാണരുത്. ഇത് മേശയ്ക്കകത്ത് വെക്കേണ്ടതല്ല, തലവണ കീഴ വെക്കേണ്ടതല്ല. ഇത് അറിവിൻ്റെ പുസ്തകമല്ല, ഇത് അനുഭവത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പുസ്തകമായി മാറണം. ഇതിനെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ. ജോർജ് വാഷിങ്ടൺ പറഞ്ഞത്, ദൈവത്തെയും ബൈബിളിനെയും കൂടാതെ ലോകം നേരോടെ ഭരിക്കുന്നതിന് സാധ്യമല്ല. ഗാന്ധിജി പറഞ്ഞത്, എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഏക പുസ്തകം ബൈബിളിലെ പുതിയ നിയമമാണ്. നെപ്പോളിയൻ പറഞ്ഞു, ബൈബിൾ സാധാരണ ഗ്രന്ഥമല്ല, എതിർക്കുന്ന സകലരെയും സ്വാധീനിക്കാൻ ശക്തിയുള്ളതും അവരെ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളതുമായ സജീവ സൃഷ്ടിയാണ് ബൈബിൾ. ജഡ്ജിമാരിൽ ഏറ്റവും മേജറായ ഒരു സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത്, പേരുദ്ധരിക്കാതെ ഞാനിവിടെ വായിക്കട്ടെ, പറയട്ടെ. നിയമങ്ങളെല്ലാം മനുഷ്യന് വേണ്ടിയാണ്, മറിച്ച് നിയമങ്ങൾക്ക് വേണ്ടി മനുഷ്യനെന്നല്ല. ഏതൊരു തലമുറയ്ക്കും ജീവിതയാത്രയ്ക്ക് നന്മ വരുവാൻ ഗുരുമുഖത്ത് നോക്കി പോകാൻ കഴിയണം. 1967 ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായി ചന്ദ്രനിൽ പോയ ശാസ്ത്രജ്ഞന്മാർ, അതിനെ ലീഡ് ചെയ്തിരുന്ന ഒരാളുടെ പേരാണ് നീലം ആംസ്ട്രോങ്. അദ്ദേഹം ചന്ദ്രനിൽ ചെന്ന് തൻ്റെ സ്ഫേടകം ഇറങ്ങിയപ്പോൾ താൻ ആദ്യം തന്നെ തൻ്റെ ബാഗ് തുറന്ന് ബൈബിൾ എടുത്തു. ബൈബിൾ എടുത്തിട്ട് താൻ വായിച്ചത് 121 സങ്കീർത്തനമാണ്. ആ സങ്കീർത്തന തുടക്കം തന്നെ എങ്ങനെയാണ്? ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം ആകാശഭൂമി ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. നോക്കുക, ആദ്യമായി ശാസ്ത്രീയ നേട്ടത്തിൻ്റെ ഒരു ഉന്നത നിലവാരമെന്ന് പറയത്തക്കവണ്ണം ചന്ദ്രനിൽ ചെന്നപ്പോഴും അതിന് ലീഡറായിരുന്ന ശാസ്ത്രജ്ഞനെടുത്ത് വായിച്ചതാണ് ഈ പുസ്തകത്തിലെ 121 സങ്കീർത്തനം. ഇങ്ങനെ ഇതിനകത്ത് എത്ര പേരെ പറയണം? ധാരാളം പേരെ പറയാൻ കഴിയും. ജവഹർലാൽ നെഹ്റു പറഞ്ഞല്ലോ, ബൈബിൾ വിശ്വസിക്കുന്നവരെ നിങ്ങൾ എതിർക്കരുത്. നിങ്ങൾ എതിർക്കും തോറും അവർ വർദ്ധിച്ച് പെരുകുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടെ സംഖ്യ വളരുകയുള്ളൂ. രാജീവ് ഗാന്ധിയും
അതിനു മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എത്ര പേരെ പറയണം? ബൈബിളിലുള്ള പൊതു സമീപനം എന്താണ്? കോടതിയിൽ ബൈബിളില്ലേ? ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ബൈബിളിൻ്റെ ഭാഷാന്തരം ഇല്ലാത്തൊരു സ്ഥലമുണ്ടോ? ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം ഭൂതലത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ബൈബിൾ ദുർമാർഗികളെ സന്മാർഗികളാക്കി മാറ്റിയില്ലേ? ബൈബിളിൽ ഒരു മനുഷ്യനല്ലേ പറഞ്ഞത്, ഇതെനിക്ക് 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ എൻ്റെ അണ്ണാക്കിന് മധുരമാണെന്ന്. മറ്റൊരു മനുഷ്യൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനങ്ങളാണെന്ന്. ബൈബിൾ വായിക്കുകയും പരിശോധിക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് ഖേദത്തിനും തകർച്ചയ്ക്കും ഇടയില്ല. അതുകൊണ്ട് ലോകത്തിന്ന് നിലനിൽക്കുന്നത് ജാതി, മത, വർഗ, വർണ്ണ, പ്രായ വ്യത്യാസമില്ലാതെ ഏതൊരു മനുഷ്യർക്കും ഈ പുസ്തകം 2 കാര്യം കാണിച്ചു തരുന്നു. ഒന്ന്, ഈ പ്രകൃതി ഒരു അധ്യാപകനാണ്, ദൈവത്തെക്കുറിച്ച് പറയുന്നൊരു അധ്യാപകൻ. 2, ഈ പുസ്തകം ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു മാർഗരേഖയാണ്. അപ്പോൾ ഈ 2 തെളിവുകൾ നിമിത്തം സൃഷ്ടാവിനെ കണ്ടെത്തുവാൻ ബുദ്ധിയുള്ള മനുഷ്യൻ തയ്യാറാവും. ബൈബിളിനെ കൂടാതെ ജീവിക്കാമെന്ന് അഹങ്കരിക്കുന്ന ആൾക്കാർ ആരോ ആകട്ടെ, എത്ര കോടിയോ ആകട്ടെ, അതൊക്കെ പിന്നാലെയുള്ള എൻ്റെ എപ്പിസോഡിൽ അതിൻ്റെ അന്ത്യമൊക്കെ ഞാൻ പറയാം. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനുള്ള പൊതുസമീപനം എന്താണ്, ഇതിനകത്ത് ജീവിച്ച ആൾക്കാരുടെ സമീപനം എന്താണ്, മഹാന്മാരുടെ സമീപനം എന്താണ്, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കൊള്ളാവുന്നതും ആത്മീയമായി വിശുദ്ധീകരണം ചെയ്യാൻ കൊള്ളാവുന്നതുമായ ഇതുപോലൊരു ഗ്രന്ഥം വേറെ കണ്ടുകിട്ടുമോ? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശനം മനുഷ്യൻ വെളിപ്പെടുത്തി തരുവാൻ അവിടത്തേക്ക് പ്രസാദമായി. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ആകയാൽ പ്രിയരെ, പുതിയ നിയമത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ സമയമില്ല. പഴയ നിയമം എന്ന ഈ ഗ്രന്ഥം ദൈവശാസ്ത്രമായിരിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ കുറേ കൂടെ ലളിതവും അത്യന്താപേക്ഷിതമായ ഗ്രന്ഥമാണ് പുതിയ നിയമം. പഴയ നിയമത്തിനകത്ത് പുതിയ നിയമം മറഞ്ഞിരിക്കുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന വസ്തുതകൾ വെളിവായി വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മധ്യേ നിൽക്കുന്ന ഒരനുഗ്രഹീത പുസ്തകവും ഗ്രന്ഥവും ആയിരിക്കുമ്പോൾ തന്നെ ഇതിന് മറ്റൊരു പേരും കൂടെയുണ്ട്. അത് കേട്ടോളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 48-ാമത്തെ വാക്യമാണെന്ന്. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. എൻ്റെ വചനം, യേശു പറയാണ്, എൻ്റെ വചനം വിശ്വസിക്കാതെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ അതിന് ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത് കയ്യിലേന്തിയവർ ഇന്നല്ലെങ്കിൽ നാളെ അവരനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അവരാ പ്രയാണം ചെയ്തവരാണ്. ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന, നിങ്ങളോട് പങ്കുവയ്ക്കുന്ന എളിയദാസനും അതിൽ പങ്കാളിയാണ്.
എൻ്റെ കുടുംബം അതിൽ പങ്കാളിയാണ്. എത്രയോ നൂറുകണക്കിന് ആൾക്കാർ ഞങ്ങളുടെ വാക്കുകളാലും പ്രാർത്ഥനയാലും ഈ കർത്താവിനെ സ്വീകരിക്കുകയും അവർക്ക് കൂട്ടായ്മ കൊടുക്കുകയും വചനം പഠിപ്പിക്കുകയും അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളത് സന്തോഷമുള്ളവരാണ്. അതെ, ഇവിടെ സുഹിമാൻ്റെ ജീവിതം ആഡംബരം, ആർഭാടം, ധാരാളിത്വം, സുഖസമൃദ്ധി അങ്ങനെയുള്ള ജീവിതത്തിന് വേണ്ടി അല്ല ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ വിളിക്കപ്പെട്ടത് അതിന് വേണ്ടിയിട്ടല്ല. കർത്താവിന് ധാരാളമായി മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ പ്രിയരെ, ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കുന്ന വചനമാണ്, നിങ്ങളെ വിടുവിക്കുന്ന വചനമാണ്. ഈ വചനം നിങ്ങളെ സഹായിക്കുന്ന വചനമാണ്. ഇത് കൃപയുടെ വചനമാണ്. രാവിലെ തോറും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഇന്ന് രാവിലെ പുതിയ കൃപ നിങ്ങളെ അനുഗ്രഹിക്കണം. കാരണം ധൈര്യത്തോടെ കൃപാസനത്തിൽ നിന്ന് വരിക, സഹായത്തിൽ കൃപ പ്രാപിപ്പാൻ വരിക എന്ന് പറയുന്ന കർത്താവിനോട് പഴകിയതായതല്ല, പുതിയ കൃപ. ലോകം പുതിയതാണ്, ലോകം മാറുകയാണ്. ലോകത്തിൻ്റെ മാറ്റം യേശുക്രിസ്തുവിൻ്റെ വരവിലേക്കുള്ള മാറ്റമാണ്. പക്ഷേ എന്തു ചെയ്യാം? ഭരണകർത്താക്കളെ ശ്രദ്ധിക്കുന്നില്ല, അവരതറിയുന്നില്ല. അവരോട് ഞങ്ങളുടേതായിരിക്കുന്ന പരിമിതിയിൽ പറയാവുന്ന വിധത്തിൽ ഈ പബ്ലിക്കലായി ഈ കാര്യം പറയലുണ്ട്. ആകയാൽ ബൈബിൾ ദൈവശാസ്ത്രമാണ് എന്ന് ഇത് അനുസരിച്ച ഏതൊരാളോടും ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ദൈവശാസ്ത്രമാണ്. ബൈബിൾ മനുഷ്യനും ദൈവമായിട്ടുള്ള ഭരണഘടനയാണ്, ഭരണ നിയമമാണ്. ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ടല്ലോ, മറ്റു രാജ്യങ്ങൾക്കും ഭരണഘടനകളുണ്ടല്ലോ. ദൈവരാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ഇത് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരു ഭരണഘടന. അവിടെ ചെന്നാലത്തെ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നൊരു ഭരണഘടന. അവിടെ ചെല്ലുവാൻ നീ എന്ത് സ്വീകരിക്കണം, പാലിക്കണമെന്ന് കാണിച്ചു തരുന്നൊരു ദൈവത്തിൻ്റെ ഭരണഘടന. ആ ഭരണഘടനയാകുന്ന ഈ ദൈവശാസ്ത്രമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകത്തെ തള്ളിയാൽ, അതിനെ പാലിക്കാതെ വിട്ടാൽ, യേശുവിൻ്റെ പ്രസ്താവന എടുത്ത് പറഞ്ഞു നിർത്തട്ടെ, നോക്കയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ നാളിലുമാകും. യേശുവിൻ്റെ വരവെങ്കിലും ആകുമെന്ന്. അന്ന് മനുഷ്യർ വിറ്റും നട്ടും തിന്നും കുടിച്ചും കല്യാണം കഴിപ്പിച്ചും കല്യാണത്തിന് കൊടുത്തും എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവർ വിശ്വസിച്ചതുമില്ല. ജലപ്രളയം വരും, ന്യായവിധിയാണ്, ദൈവത്തിൻ്റെ ന്യായവിധിയാണ്, ക്രോധാഗ്നിയാണ് പറഞ്ഞു. പക്ഷേ ജനം വിശ്വസിച്ചില്ല. അവരെല്ലാം പ്രളയത്തിൽ മുങ്ങി നശിച്ചു. സോദോം ഗോമോറ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തം ദൈവത്തിന് അനിഷ്ടമായപ്പോൾ ആകാശത്തെയും ഗന്ധകം അയച്ച് അതിനെ ചാവുകടലാക്കി ഇന്നിവിടെ കിടപ്പുണ്ട്, ചുട്ടരിച്ചു കളഞ്ഞു. ഇത് രണ്ടും യേശു എടുത്തു പറഞ്ഞു. ലോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതകാലമായിരുന്നു. ലോകത്തിൻ്റെ കാലം പോലെ തന്നെ യേശുവിൻ്റെ വരവെങ്കിലും ആവും. നോഗയുടെ കാലം പോലെ തന്നെ ജലപ്രളയത്തിൻ്റെ കാലം പോലെ തന്നെ യേശുവിൻ്റെ വരവെങ്കിലും ആവും. ഇന്ന് ഞങ്ങൾ പറയുന്നു ലോകം യുഗമാറ്റത്തിലേക്ക് മാറുകയാണ്. ഞങ്ങളെപ്പോൾ അനേകർ പറയുന്നു യേശുവിൻ്റെ വരവ് ആസന്നമായി. യേശുവിൻ്റെ വരവോടുകൂടെ കൃപായുഗത്തിൻ്റെ വാതിലടയും. അടുത്ത യുഗത്തിൻ്റെ പേരാണ് മഹാപീഡന കാലഘട്ടം. ആ മഹാപീഡന കാലഘട്ടമാകുന്ന ആ സംഭവത്തിലേക്ക് നീങ്ങുവാൻ ഒറ്റയാൾക്കും ഈ ഭൂമിയിൽ ത്രാണിയില്ലെന്ന് ഓർത്തു. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ ഒന്നുകൂടി പറയട്ടെ, ഒറ്റയാൾക്കും ത്രാണിയില്ല. കാരണം അത്ര ഭീകര കാലഘട്ടമാണ്. ഇന്ന് ഈ നിലയിലെങ്കിലും ഭരണകൂടങ്ങൾ ഇവിടെ നിൽക്കുന്നത്, രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ നിൽക്കുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ, ലോകത്തിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ കാരണം ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയട്ടെ. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ലോകത്തിന് വേണ്ടി മധ്യസ്ഥം അണയ്ക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ സഭയെ ഒരുക്കുന്നത് കൊണ്ടാണ്, പണിയുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിൽ യേശുവിൻ്റെ സഭയിലെ ജനം രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഈ മൂന്ന് കാരണവും നിമിത്തമാണ് ഇന്ന് ഈ ലോകം ഇങ്ങനെ നിൽക്കുന്നത്. യേശു വന്ന സഭയെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സ്ഥിതിയും ഗതിയും മാറി. ഇവിടെ പരിശുദ്ധാത്മാവ് പോയി, പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു മാറി. പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവരാജ്യത്തിൽ പോയി. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ശരിയായിരിക്കാം. ഞാനിതിന് വാദവും തർക്കത്തിനൊന്നും മുതിരുന്നില്ല. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ വാക്കുകളെ ചുരുക്കുന്നു, അവസാനിപ്പിക്കുന്നു. പറഞ്ഞു വന്ന കാര്യം,
ഈ ദൈവശാസ്ത്രം നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ്, നിങ്ങളുടെ ആശ്വാസത്തിൻ്റെ പുസ്തകമാണ്, നിങ്ങളുടെ നന്മയുടെ പുസ്തകമാണ്. അപ്പോൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ന്യായവിധിയുടെ പുസ്തകവുമാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥമായിട്ടുള്ളതാണ്. ഒരിക്കൽ രാജാവ് നൃത്തം ചെയ്ത് സന്തോഷിപ്പിച്ച കന്യകയോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? രാജ്യത്തിൻ്റെ പകുതിയോളം ആയാലും തരാം. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിലെ കാര്യമാണ് പറയുന്നത്, മർക്കോസ് 6. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവൾ പോയി അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു, തടവിൽ കിടക്കുന്ന യോഹന്നാൻ സ്നാപകന് തല തരാൻ പറയുക. യോഹന്നാൻ സ്നാപകൻ പലപ്പോഴും ഇവരുടെ രഹസ്യവാഴ്ചയ്ക്ക് അനിയൻ്റെ ഭാര്യയാകുന്ന ഈ സഹോദരിയുമായിട്ടുള്ള ഹെരോദ രാജാവിൻ്റെ രഹസ്യവാഴ്ചയ്ക്ക് എതിരെ വിരൽ ചൂണ്ടിയവനാണ്. അവൾ പറഞ്ഞു, അവൻ്റെ തല തളികയിൽ തരാൻ പറയണം. ഇവൾ വന്ന് രാജാവിനോട് കാര്യം പറഞ്ഞു. മഹാദുഃഖത്തോടെ രാജാവ് പറഞ്ഞു പോയ വാക്ക് പിൻവലിക്കാൻ പാടില്ലാത്തതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ്റെ തല തളികയിൽ കൊടുത്തു. തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ അവൾ തിരഞ്ഞെടുത്തത് ഭക്തൻ്റെ തലയാണ്. ഒരിക്കൽ എസ്തേർ രാജ്ഞിയോട് അഹശ്വേരോശ് രാജാവ് ചോദിച്ചു, രാജ്ഞി നിനക്കെന്താണ് വേണ്ടത്? രാജ്യത്തിൻ്റെ പകുതിയോളായാലും തരാം. അവൾ പറഞ്ഞു, ഞാനൊരു യഹൂദ സ്ത്രീയാണ്, എൻ്റെ ജനം ഈ രാജ്യത്ത് ചിതറിക്കിടപ്പുണ്ട്. അവിടുത്തെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഹാമാൻ ആ ജനത്തെ പീഡിപ്പിക്കുന്നു. ആ പീഡനത്തിൽ നിന്ന് എൻ്റെ ജനത്തെ വിടുവിക്കുവാൻ അവിടത്തേക്ക് പ്രസാദമാകണം, തിരികതമാകണം. ഉടനെ ആ ജനത്തിന് വിടുതൽ കൊടുത്തു. അങ്ങനെ അഹശ്വേരോശ് രാജാവ് ഹാമാൻ്റെ ദുഷ്ടത നിമിത്തം കഷ്ടപ്പെടുന്നതായ യഹൂദന്മാരെ വിടുതലിനാവശ്യമായ ക്രമീകരണം വരുത്തുവാൻ തൻ്റെ രാജ്ഞിയായ എസ്തേറിന് അനുവാദം കൊടുത്തു. ഞാൻ പറഞ്ഞത്, എസ്തേർ രാജ്ഞി തിരഞ്ഞെടുത്തത് സ്വന്തം ജനത്തിൻ്റെ നന്മയും അനുഗ്രഹവും വിടുതലും. ബാലിക തിരഞ്ഞെടുത്തത് ഭക്തൻ്റെ തല. തിരഞ്ഞെടുപ്പിന് നൽകുന്ന ഈ ഒരവസരം തരും. അത് ഏത് നിലയിൽ വേണമെന്ന് സ്വീകരിക്കുവാനും കണ്ടെത്തുവാനുള്ള ചുമതല അവസരം ലഭിച്ചവർക്കും കേട്ടവർക്കുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബൈബിൾ ശാസ്ത്രത്തെ അംഗീകരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ധാരാളമായി പകരട്ടെ. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അങ്ങയുടെ ജനത്തോട്, ദേശത്തോട്, രാജ്യത്തോട് അങ്ങയുടെ നിത്യമായ സത്യവചനം പറയുവാൻ എളിയവന് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ വചനം കേട്ടവരായവർ ഒരാൾ പോലും ന്യായവിധിക്ക് വരാതെ ദൈവരാജ്യത്തിൽ വരുവാൻ, അങ്ങയുടെ പിന്നാലെ വരുവാൻ, അങ്ങയുടെ സഭയിൽ വരുവാൻ, അങ്ങ് വന്ന് സഭയെ ചേർക്കുമ്പോൾ ആ കൂട്ടത്തിലെത്തുവാൻ എല്ലാവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. ഈ വചനം കേട്ടവരുടെ ജീവിതത്തിൽ ആർക്കെന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അവരെല്ലാം കർത്താവ് അവരുടെ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തി സമാധാനം, സ്വസ്ഥതയും കൊടുത്തവരെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും. ഈ മരുയാത്രയിൽ തളർന്നിടാതെ അങ്ങനെ ജീവിപ്പിക്കും. ഈ മരുയാത്രയിൽ തളർന്നിടാതെ അങ്ങനെ ജീവിപ്പിക്കും.